കേരളത്തിലെ ദേശീയപാത തകർച്ചയിൽ 3 അംഗ സമിതിയെ നിയോഗിച്ചു കേന്ദ്ര സർക്കാർ. സമിതി സന്ദർശനം പൂർത്തിയാക്കി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. IIT പ്രൊഫസർ KR റാവുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുക. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, കൂരിയാട് അടക്കം വിവിധയിടങ്ങളിലാണ് ദേശീയപാതയിൽ വിള്ളലും തകർച്ചയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ പരിശോധിക്കാനാണ് സമിതിയെ വെച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് സമിതി അംഗങ്ങൾ? അതിവേ തീർച്ചയായിട്ടും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നിയോഗിച്ച 3 അംഗ അന്വേഷണ സമിതിയാണ് കൃത്യമായിട്ട് ഈ സ്ഥലത്ത് എത്തിയുള്ള പഠനങ്ങൾ നടത്തുന്നത്. അതിനുശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡൽഹി IIT ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫസർ K രാമചന്ദ്ര റാവുവിന്റെ അധ്യക്ഷതയിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലുള്ള 3 അംഗ സമിതിയാണ് ഇപ്പോൾ കേന്ദ്രം നിയോഗിച്ചിരിക്കുന്നത്. ഇവരെ ഈ പറയുന്ന സ്ഥലങ്ങൾ കൂരിയാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്തുകയും ഇതിന്റെ എന്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണം, അതിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ വീഴ്ചയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം, ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സാഹചര്യമാണോ എന്നുള്ളത് കൃത്യമായ പഠനം നടത്തി ആ റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ കേന്ദ്ര മന്ത്രി അടക്കം MP അടക്കം കണ്ടിരുന്നു. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ET മുഹമ്മദ് ബഷീർ MP നിതിൻ ഗഡ്കരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ തന്നെ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടാകണമെന്നും ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നും അന്വേഷണ സംഘത്തെ ഉടൻ നിയമിക്കുമെന്നും ഇന്നലെ നിതിൻ ഗഡ്കരി ഉറപ്പുവന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് കേന്ദ്രം 3 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ഈ സമിതി ഉടൻ കേരളത്തിലെത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. സംസ്ഥാനത്തെ ദേശീയപാതയിലുണ്ടായ തകർച്ച പരിശോധിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ് 3 അംഗ വിദഗ്ധ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്.